കഴിഞ്ഞിടയിലെ രണ്ടാമത്തെ ഫിലിമാണ്. ഓൾറെഡി നിങ്ങളുടെ ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചപ്പോൾ എന്താ പറയുക റാംബോ ഉണ്ട്. വീണ്ടും ഈ സിനിമയിൽ ഒന്നിച്ചപ്പോൾ നിങ്ങൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ്? കയ്യിൽ നിന്ന് ഒരുപാട് ഇടാനുള്ള അവസരം തന്നിരുന്നു. നല്ല ഫ്രീഡം തന്നൊരു ഡയറക്ടറായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ഹ്യൂമർ, ഇത് ഡാർക്ക് ഹ്യൂമർ പരിപാടിയും കൂടെയാണ്. ഞാൻ സുരാജേട്ടൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തത് നാഗേന്ദ്രൻസ് ആണ്. ഹ്യൂമർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന കോ ആക്ടർ നമ്മളെ എത്രത്തോളം നമ്മുടെ ക്യാരക്ടറും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. അത് സുരാജേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് സുരാജേട്ടനെ അതിനെ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നാഗേന്ദ്രൻസിൽ ഓൾറെഡി കണ്ട് എനിക്ക് പരിചയമുണ്ട്. അതിൽ ഞാൻ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്. അതിലെനിക്ക് കിട്ടുന്ന ഫ്രീഡം വേറെയാണ് ആസ് എ ക്യാരക്ടർ. പക്ഷെ ഇതിൽ ഞാൻ സഹോദരിയായിട്ടാണ് വരുന്നത്. അപ്പം എനിക്ക് ആക്ച്വലി ഒരു നമ്മൾ നോർമലി ആസ് എ പേഴ്സൺ നമ്മൾ ഭാര്യ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ സഹോദരി സംസാരിക്കാൻ. അപ്പം അതിനകത്ത് വരുമ്പം അതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. സുരാജേട്ടൻ നാഗേന്ദ്രൻസിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മീറ്റർ താഴെയാണ്. ഇതിൽ ബിനുവിൻ്റെ ക്യാരക്ടർ ഈ ഇവിടെയുള്ള എല്ലാ ക്യാരക്ടറിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു മീറ്ററാണ് ബിനുവിൻ്റെ ക്യാരക്ടറിന്. അപ്പം അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന ക്യാരക്ടറാണ്. അപ്പം എസ്പെഷ്യലി നമുക്ക് കൂടെ വരുന്ന ആക്ടർ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഓരോ ഷോട്ടുകൾ ബെറ്റർ ആവും, ഓരോ സീനുകൾ ബെറ്റർ ആവും, അങ്ങനെ സിനിമ ബെറ്റർ ആവും. എനിക്ക് സുരാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയലോഗ്സും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ഭയങ്കര അവെയറാണ്. ആ സീനിന് മുഴുവൻ ഏതൊരു ആക്ടർ കൂടെ വന്നാലും അവർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി പുള്ളി ചോദിച്ചറിയും. എല്ലാ കാര്യങ്ങളെ പറ്റി തലേദിവസം ജാമിനെയൊക്കെ തലേദിവസം വിളിച്ച് ഭീഷണിപ്പെടുത്തും, നാളെ എന്താണ് നീ ചെയ്യാൻ പോണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് വേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെന്റ് സുരാജേട്ടന് എസ്പെഷ്യലി ഈ സിനിമയിലുണ്ടായിരുന്നു. പ്രൊഡ്യൂസറും കൂടിയാണല്ലോ നമ്മൾ. അങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പുള്ളിക്ക് ഒരു അവയർനെസ് ഉണ്ടാവണമല്ലോ. അപ്പം സുരാജേട്ടൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ഈ സിനിമയിൽ. അതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാന്താര പോലെ ഒരു ഫാൻ ചാൻസ് ഇടിക്കുന്നുണ്ടെന്ന്. അത് എപ്പോൾ മുതലാ തോന്നി തുടങ്ങിയത്? ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ തോന്നിയത്. പിന്നെ ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ സുരാജേട്ടനെ വെച്ചിട്ടാണ് നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവമുള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഭാഗ്യമായിട്ട് കണക്കാക്കാം. ഓക്കെ, ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് പൈസ പോയിട്ടല്ലോ. അല്ലല്ല, ഈ സിനിമയുടെ ഒരു കണ്ടന്റ്, ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ കാന്താര എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ആദ്യം 4 സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് 150, 250, 350 ഇവിടെ ഒരു വലിയ ഷെയർ വന്ന ഒരു സിനിമയായി, ഗ്ലോബലി അതൊരു വലിയ ഷെയർ വന്ന സിനിമയായി മാറി. അപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ സിനിമകൾ നമുക്ക് അറിയാൻ പറ്റൂല്ലോ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം എല്ലാ സിനിമകളും നമ്മളിങ്ങനെ സിനിമകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു ഭാഗമാണ് പ്രൊമോഷൻ കൊടുക്കുക, അതിൻ്റെ ഇന്റർവ്യൂസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം അന്നേരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്താണോ അപ്പോൾ ആ ഒരു ഉത്തരവായിട്ട് വരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ അന്ന് നമ്മളോട് അങ്ങനെ ചോദിച്ചു, നമ്മൾ നമ്മുടെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും 100 കോടി 200 കോടി മിനിമം അടിക്കുന്ന ഒരാളും കൂടെ ഉണ്ടല്ലോ അല്ലെ നമ്മുടെ ഒപ്പം. സുരേട്ട ഫസ്റ്റ് പ്രൊഡക്ഷനിലെ ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഇപ്പൊ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ് താങ്കൾ. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പടം തന്നെ ചെയ്യാനൊരു കാരണമുണ്ടോ? ആദ്യത്തെ പടം എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും ഒരു ലോക്കാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെയ്യാൻ? വേണമെങ്കിൽ ഇതിനു മുമ്പ് പ്രൊഡക്ഷൻ പോലെ തുടങ്ങി ചെയ്യാമായിരുന്നു. പൈസ കിട്ടണോടെ ആദ്യം ചെയ്യാന്നായിരുന്നു. അല്ല, അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം. ഇൻഡസ്ട്രിയിൽ ഒരു ടോക്ക് ഉണ്ട്, ലിസ്റ്റിനാണ് പ്രൊഡ്യൂസർ എങ്കിൽ ലാഭം കൊയ്തേ പോകത്തുള്ളൊരു ടോക്ക് ഉണ്ട്. ഉണ്ട്, അത് കറക്റ്റ് ആണ്. കാരണം കഥ കേൾക്കുന്നത് ഞാനാണ്. ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ്, സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ്. സന്തോഷ് ഏട്ടൻ്റെ ഞാൻ പറഞ്ഞൊരു കഥ കേട്ടു, ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു, ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു, എടേ ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണത്. അല്ല, സാറിന് കൂടെ വരും, അത് വേറൊരു ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ ലെവലല്ല. പിന്നെ ഇപ്പൊ ഞാൻ കാണുന്നത് 2 പ്രാവശ്യം. ഒന്ന് അതിൻ്റെ ഷൂട്ടിങ് തീരുന്ന ദിവസവും, പിന്നെ അതാണ്ട് ഈ പ്രസ് മീറ്റിൽ.
ഓഡിയോ ലഞ്ചിലും കണ്ട് 3ാമത്തെ വട്ടം. കണക്കുകളൊക്കെ കറക്റ്റായിരുന്ന അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് കൂട്ടുമ്പോൾ കറക്റ്റ് ആവും. പക്ഷെ സുരാജ് കൂട്ടുമ്പോ എങ്ങനെയാന്ന് ഇവരെങ്ങാനും പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്ബർ ബോട്ടിൽ തന്നെയൊക്കെ തിരിച്ചു ഓടുകയാണ് സംഭവം. അതിനൊക്കെ ലിസ്റ്റിന് ആളിനെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് പുള്ളിയുടെ കൂടെ കട്ടക്കി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ കണക്ക് ദൂരെ നോക്കിയിട്ടില്ല. ഒന്ന് റിലീസ് 20-ാം തീയതിയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ കണക്ക് നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. എനിവേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ ആയിരുന്നു പടത്തിന്റെ സെൻസർ. ഞാൻ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട്, കാരണം നമ്മുടെ പല സിനിമകളോട് നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് എന്റർടൈനറാണ്. സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കൃഷ്ണ ഇതൊരു വിജയിക്കുന്ന സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നതെന്നാണ് അപ്പം ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞത്. സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കേട്ടോ, പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ലിസിൻ ചേട്ടാ, ചേട്ടനും പൃഥ്വിരാജും തമ്മിലുള്ള കോംബോ നമുക്കറിയാം. എങ്ങനെയാണെന്നുള്ള ഒരു വൈബ് ഉണ്ട്, ആ ഒരു കെമിസ്ട്രി നമുക്കറിയാം. സുരാജേട്ടനായിട്ടുള്ള കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി ഒരു പടം ഒരുമിച്ച് പിടിക്കാൻ നിൽക്കുമോ? അത് ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ പള്ളിയിൽ കുർബാന തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, വിസ്തീർണത്തിന്റെ ബലിവിടുമേ സുസ്തി. അപ്പൊ അതിൻ്റെ അത് ചെന്ന് അവസാനിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. സോ 20-ാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും. ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ചുണ്ടാവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. രാജേട്ടനായിട്ട് ഇനി ഒരു അസോസിയേഷൻ എപ്പോഴാണ് ലിസിൻ ചേട്ടൻ? ഇപ്പോൾ അടുത്ത വർഷം ഞങ്ങളുടെ 2 സിനിമകളുണ്ട്. ജനഗണമന 2 അത് അതിന്റെ തിരക്കഥ പൂർത്തിയാകുമ്പോഴും